ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഇയർ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയിലാണ് കേട്ടോ. ഒരു 8-8:30 മണിയൊക്കെ ആവും ഈ വീഡിയോ എടുക്കുമ്പോൾ. ആ സമയത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്ന് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെ കുറയാനാ. ഇത് കണ്ടില്ലേ, ഒരു 11:30ക്ക് ഞാൻ എടുത്ത വീഡിയോ ചെയ്ത്. ആ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ മഞ്ഞുകൊണ്ട് ഫുള്ള് മൂടി വെക്കുക. എനിക്കാണെങ്കിൽ 12 മണിയാകുമ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ മഞ്ഞത്ത് എങ്ങനെ പോകാൻ, അതും നല്ലപോലെ മഞ്ഞും പെയ്യുന്നുണ്ട്. അങ്ങനെ മടി പിടിച്ച് റൂമിൽ തന്നെ ഇരുന്നു. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ ന്യൂ ഇയർ ആയിട്ട് മടിയൊക്കെ പിടിച്ചിരിക്കുന്നത്, എന്തായാലും ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുക. എൻ്റെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ സെൻട്രത്തിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും വരില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പോകുന്ന വഴിക്കില്ലേ, ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള ആൾക്കാർ അവിടെ താഴെ ഇറങ്ങി നിൽക്കുക സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആരും ഇല്ല എന്ന് വിചാരിച്ചിരുന്നത്, അവിടെ ചെന്നപ്പോൾ ഉണ്ട് അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിത് ഇവിടെ സെൻട്രത്തിലോട്ട് എത്തി. അയ്യോ, എന്ത് കളർഫുള്ളായിരുന്നു എന്നറിയോ. എല്ലായിടത്തുനിന്നും ഇങ്ങനെ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചിട്ട്, അതും ഇപ്പുറത്തെ സൈഡിൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ സെലിബ്രേഷനൊന്നും പോയിട്ടില്ല. ഇവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മേലോട്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ, അത് ചിലതൊക്കെ മേലെന്ന് ഇങ്ങനെ നിലത്ത് വീണ് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടി വീഴുക. അത് കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന ആൾക്കാർ പിന്നെ ഡാൻസും പാട്ടും ഫുള്ള് വൈബായി. അങ്ങനെ ഇതൊക്കെ നിന്ന് കുറേ നേരം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ ഒരു മണിക്കൂറോളം അവിടെ നിന്നും തോന്നുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയ പോലത്തെ അധികം മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നില്ല, കുറച്ചൊന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ട്. ഫുൾ കളർഫുള്ളായിരുന്നു. അങ്ങനെ ഇതാ എൻ്റെ റൂമിൽ ഞാൻ എത്താറായി. ദേ ഈ നേരെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.